മദീന സന്ദർശനത്തിനെത്തിയ സൗദി കിരീടാവകാശി പ്രവാചകന്റെ പള്ളിയിലും കുബാ പള്ളിയിലും നമസ്കാരവും പ്രാർത്ഥനയും നിർവഹിച്ചു. പ്രവാചകന്റെ ഖബറിടത്തിലെത്തി സലാം പറഞ്ഞ ശേഷമാണ് കുബാ പള്ളിയിലേക്ക് പുറപ്പെട്ടത്. കുബാ പള്ളിയിലും പ്രാർത്ഥന നിർവഹിച്ച ശേഷം കിരീടാവകാശി മദീനയിൽ നിന്നും മടങ്ങി. അൽ ഒത്തൈബിയുടെ നേതൃത്വത്തിൽ കുബായിൽ കിരീടാവകാശിയെ സ്വീകരിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയ ശേഷം പ്രവാചകൻ ആദ്യമായി മദീനയിൽ പണിത പള്ളിയാണ് കുബ. ബുധനാഴ്ചയാണ് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ മദീനയിലെത്തിയത്. മദീന ഗവർണറുടെ നേതൃത്വത്തിൽ കിരീടാവകാശിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. തുടർന്ന് തയ്യിബ കൊട്ടാരത്തിലെത്തിയ കിരീടാവകാശി പണ്ഡിതന്മാരുമായും മന്ത്രിമാരുമായും സ്വദേശി പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തുകയും റമളാൻ ആശംസകൾ കൈമാറുകയും ചെയ്തു. തുടർന്ന് പ്രവാചകന്റെ പള്ളിയിലെത്തിയ കിരീടാവകാശിയെ ഇരുഹറം മതകാര്യ വിഭാഗം മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ സുദൈസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ശേഷം റൗള ഷെരീഫിലെത്തി നമസ്കാരവും പ്രാർത്ഥനയും നിർവഹിച്ചു. തുടർന്ന് പ്രവാചകന്റെ ഖബറിടം സന്ദർശിച്ച് സലാം പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ പള്ളിയോട് വിട പറഞ്ഞു. പ്രവാചകന്റെ പള്ളിയിൽ നിന്നും കുബാ മസ്ജിദിലേക്കാണ് കിരീടാവകാശി പുറപ്പെട്ടത്. കുബാ പള്ളിയിലും നമസ്കാരവും പ്രാർത്ഥനയും നിർവഹിച്ച ശേഷം മദീനയിൽ നിന്നും മടങ്ങി. മദീനയിലെ ഇസ്ലാമിക് അഫയേഴ്സ് കോൾ ആൻഡ് ഗൈഡൻസ് മന്ത്രാലയം ഡയറക്ടറും കുബാ മസ്ജിദിന്റെ ഇമാമുമായ ഡോക്ടർ വാജിബ് ബിൻ അലി അൽ ഒത്തൈബിയുടെ നേതൃത്വത്തിൽ കുബായിൽ കിരീടാവകാശിയെ സ്വീകരിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയ ശേഷം പ്രവാചകൻ ആദ്യമായി മദീനയിൽ പണിത പള്ളിയാണ് കുബ. റമളാൻ എത്തുന്നതോടെ സൗദി ഭരണാധികാരികൾ മക്ക മദീന നഗരങ്ങളിൽ എത്തുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം ജിദ്ദയിലെത്തിയ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഹജ്ജ് വരെ അവിടെയും മക്കയിലുമായി തുടരും. പിന്നീട് റിയാദിലേക്ക് മടങ്ങാറാണ് പതിവ്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.